لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, സ്നേഹികളായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന, വലിയ ഭീതിയിലായി നിൽക്കുന്ന ഒരവസ്ഥ അല്ലാഹു ഹൈറായ, നല്ല റഹ്മുള്ള, കരുണയുള്ള, നല്ല നേതൃത്വം, നല്ല ഭരണകൂടം അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബൽ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏപ്രിൽ 26 അടുത്ത വെള്ളിയാഴ്ച ഇലക്ഷനാണ്. നാം എല്ലാവരും അറിഞ്ഞവരും ബോധവാന്മാരുമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് സമയപരിമിതി ജുമഅയിലേക്ക് മാറ്റിയ കാരണത്താൽ പല സ്ഥലങ്ങളിലും വോട്ടിന് പ്രയാസപ്പെടുന്ന അവസ്ഥ, ബൂത്തുകളിൽ നമ്മുടെ പ്രവർത്തകന്മാര് ശ്രദ്ധിക്കാനില്ലാത്ത ബുദ്ധിമുട്ട്, പല ആളുകൾക്കും ജുമഅ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഒഴുക്കിനെതിരെ നീന്തുക എന്ന സിസ്റ്റത്തോടു കൂടി ഓരോ മഹല്ലുകളിലും ജുമഅയുടെ ടൈമുകൾ പറ്റാവുന്ന രീതിയിൽ, ഇസ്ലാമിക വിധിവിലക്കുകൾ അനുസരിച്ച് പറ്റാവുന്ന രീതിയിൽ ടൈമിന്റെ ഷെഡ്യൂൾ വ്യത്യാസപ്പെടുത്തിയിട്ട്, അതായത് ഒരേ സമയത്ത് എല്ലാവരും ഒരു മഹല്ലില് മുഴുവൻ പള്ളിയിൽ ജുമഅ നടത്തി കഴിഞ്ഞാൽ പ്രയാസപ്പെടും. എല്ലാവർക്കും ജുമഅ കുറെ ആൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ ആ ഷെഡ്യൂളുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് പറയാണ്. മൂച്ചിക്കൽ, പുത്തനങ്ങാടി മൂച്ചിക്കല പള്ളി, ടൗൺ പള്ളി, അവിടെ 12:40 ഖുത്ബ തുടങ്ങും. 12:40 ഖുത്ബ നിസ്കരിച്ചു വരും. ചോരയിൽ കുളമ്പ് 1 മണിക്കാണ്. തെക്കുംപുറം ജുമാ പള്ളിയിൽ 1:15 1:15 കേന്ദ്ര മഹല്ല് സുഹദ പള്ളി പുത്തനങ്ങാടി 1:30 മണിക്കാണ്. എവിടെങ്കിലൊക്കെ സമയങ്ങൾ മാറ്റം വന്ന് ചിലപ്പോ ഭാര്യയും മക്കളെയും കൂട്ടി വോട്ടിന് പോകേണ്ടവരുണ്ടാവും, അവരെ വീട്ടിൽ കൊണ്ടയാക്കിട്ട് ജുമഅക്ക് വരേണ്ടവരുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ജുമഅ കഴിഞ്ഞിട്ട് ഓരിട്ട് പോകേണ്ടവരൊക്കെ ഉണ്ടാകാം. അപ്പൊ അത്തരം ആളുകൾക്ക് ലാസ്റ്റ് ടൈമായിട്ട് സുഹദ പള്ളിയിൽ 1:30 മണിക്കാണ് ഖുത്ബ ഉണ്ടാവുക. നമ്മുടെ അങ്ങാടിപ്പുറം ടൗൺ ജുമാ മസ്ജിദ്, ഈ പള്ളിയില് 1:15 ഖുത്ബ ഉണ്ടാവുക. 1:15 കൃത്യം ഖുത്ബ അവിടെ ഓതും, നിസ്കരിക്കുക, പിരിയുക. അപ്പൊ എല്ലാവരും ഈ ടൈമുകളൊക്കെ ശ്രദ്ധിക്കുക. അതാത് പള്ളികളിൽ ജുമുഅ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ടൈം എഴുതി വെക്കും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മുടെ പ്രതിഷേധം വോട്ടിലൂടെയാണ്. അതൊക്കെ ഭംഗിയായി നിറവേറ്റാൻ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നല്ല കരുണയുള്ള ഒരു ഭരണകൂടത്തെ റബ്ബ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം വളരെ പ്രധാനമായ ഒരു വിഷയം, നമ്മുടെയൊക്കെ മദ്രസകൾ തുറക്കാൻ നാളെ മുതൽ, മദ്രസ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. കുട്ടികളെ ചിലരൊക്കെ 7ാം ക്ലാസ് തന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. പിന്നെ തുടർന്ന് പഠിപ്പിക്കാതിരിക്കുക, 5ാം ക്ലാസ്സിൽ നിർത്തുക. കുട്ടിക്ക് സ്കൂളിൽ നിന്ന് പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്, ട്യൂഷന് പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ചില ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും.
എന്നിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തികമായ എല്ലാ സാഹചര്യങ്ങളും സാമ്പത്തികമായും ശാരീരികമായൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. നമ്മുടെ മക്കളാണ് നമ്മൾ തന്നെ നോക്കേണ്ടത്. നമ്മുടെ മക്കളിൽ എഞ്ചിനീയർമാർ വേണം, ഡോക്ടർമാർ വേണം, സയന്റിസ്റ്റുകൾ വേണം, അല്ലെ? എല്ലാ പ്രൊഫഷനിലുള്ള ആളുകളും നമ്മുടെ കുട്ടികളിൽ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പക്ഷെ മതമില്ലാത്തത് ഭൗതികം അപകടമാണ്. മതം വേണം. നമ്മളിത്രയും പോറ്റി വളർത്തുന്ന ഉമ്മ ഉപ്പ ഒരു കുട്ടിനെ വളർത്തിണ്ടാക്കണമെങ്കിൽ ഇടങ്ങാറത്ര ആണുങ്ങൾക്ക് കറക്റ്റ് അറിയില്ല, എനിക്കും ശരിക്കും അറിയില്ല, പെറ്റന്മാർക്ക് അത് അറിയുള്ളൂ. നമ്മളെക്കാൾ സ്ത്രീകളാണ് വളരെ വിഷമിക്കുന്നത്. അതേപോലെ പ്രിയപ്പെട്ട പിതാക്കളും ഒരു പൊന്നുമോനെ വളർത്തി വലുതാക്കുന്നതിന്റെ വേദന, വളരെ പ്രയാസങ്ങള്, കഷ്ടപ്പാടുകള്, അതൊക്കെ സഹിച്ചുകൊണ്ട് പോറ്റി വളർത്തിയിട്ട് ഉള്ള സമ്പത്തും ഉള്ള ആയുസ്സും ഉള്ള യൗവനവും എല്ലാം തച്ചുടച്ചുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ, ദീനിന്റെ മക്കളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കള് നമ്മുടെ അമൽ തന്നെയാണ്. മക്കളൊരു അമലാണ്, സ്വാലിഹ അമല്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് ഗൈറു സ്വാലിഹാവും, സ്വാലിഹ അല്ലാത്തതായി തീരുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങള് അമലുകളൊക്കെ ചെയ്യണമായി മക്കള് സ്വാലിഹായി തീരണം. ആ അമലും ചെയ്യണം. നമുക്കൊരു അമലാണ് മക്കളെ വളർത്തി വലുതാക്കി ദീനീ ചിട്ടയിലാക്കി തീർത്താൽ അതുകൊണ്ട് കുറെ നേട്ടം ആത്മീയമായി നമുക്കുണ്ട്, ദുന്യവിയായിട്ടും. നമ്മൾ ഏത് വലിയ സ്കൂളുകൾ വിട്ടു കഴിഞ്ഞാലും ഇംഗ്ലീഷ് മീഡിയങ്ങൾ അതൊന്നും ഇപ്പൊ മോശമല്ല. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയങ്ങളിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ കൃത്യമായി കൊണ്ട് സമസ്തയുടെ സിലബസിലുള്ള മദ്രസ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം ഈ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ. അതൊക്കെ ഇവിടെ കുഴപ്പമില്ല. മക്കളൊക്കെ നമ്മള് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് വലിയ കോഴ്സുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോ, ഉന്നതമായ വിദ്യാഭ്യാസം നൽകുമ്പോ, തുടർ പഠനങ്ങളിലേക്ക് നമ്മൾ വിടുമ്പോഴൊക്കെ ഇതെന്റെ ഉമ്മയാണ്, എന്റെ വാപ്പയാണെന്ന് ബോധം പഠിപ്പിക്കുന്നത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സുഗൈറാ എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, മദ്രസ മുഅല്ലിമീങ്ങള്, പണ്ഡിതന്മാരല്ലാതെ ഏത് നയതന്ത്രജ്ഞന്മാരുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസ പരിചയങ്ങൾ വന്നാലും അവിടെയൊന്നും ഇത് പഠിപ്പിക്കുന്നില്ല. അത് മദ്രസകളിൽ മാത്രമാണ്. പടച്ചവനെ, എന്റെ കാഷ്ടം കഴുകി വൃത്തിയാക്കിയ, എന്റെ മൂത്രം കഴുകി വൃത്തിയാക്കിയ, ഞാൻ ഉറങ്ങുമ്പോ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് എന്നെ പൊറ്റി വളർത്തിയ എന്റെ പൊന്നുമ്മാക്ക്, എന്റെ ഉപ്പാക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഉമ്മയുടെ കരുണ പഠിപ്പിക്കുന്ന, ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ഉപ്പയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ഉപ്പയെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന, ഉഫിൻ ഛേ എന്ന് പോലും നിങ്ങൾ പറയരുത്, നെറ്റി ചുളിച്ചു പോലും നോക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപന ശൈലി ഉണ്ടെങ്കിൽ അത് മദ്രസയിലല്ലാതെ നമ്മുടെ മുഅല്ലിമീങ്ങളെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നതല്ലാതെ ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. എവിടെയും കിട്ടൂല. നമ്മളെല്ലാം ചെലവഴിച്ച് പഠിപ്പിക്കുമ്പോ ഈ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് ഒരു ദയയും സ്നേഹവും ഉണ്ടായിത്തീരണം. നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ മക്കള് സ്വാലിഹായ അമലായി തീരണം. കുട്ടികളൊക്കെ ഒരു അമലാണത്. കുട്ടികൾ നമുക്ക് ദുആ ചെയ്യണം. അത് കിട്ടണമെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കണം. ആ ഒരു മതപഠനം കൊണ്ട്, ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് മറ്റു മേഖലകളിലൊക്കെയും ആ കുട്ടിക്ക് വലിയ ഉയർച്ചയുണ്ടായിത്തീരും. മദ്രസ നിർത്തിയിട്ട് സ്കൂളോട് ഉസാറാക്കാൻ തളർച്ചയിലേക്കാ പോകുക. ആത്മീയമായ തളർച്ച. ഈ ഒരു ഇൽമ് കിട്ടാത്തതിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മതമില്ലാത്ത ഭൗതികം അപകടം. കുട്ടികളെ ബാലിഷ്യമായി ഒരു പറയും ദൗർബല്യാണ്, എനിക്കത് കഴിയുന്നില്ല എന്നൊക്കെ കുട്ടികൾ പറയും. അത് നിങ്ങൾ കേൾക്കാതെന്താ പിന്നീട് നിങ്ങൾ പറയണത് എന്ത് ചെയ്യൂല, കുട്ടികൾ അനുസരിക്കൂല. നോക്കൂ, നിങ്ങളുടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ദോഷിയായിരിക്കുന്ന തമ്മാടിയായ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മൂസാ നബിക്ക് ആ ഖബറിൽ വല്ലാത്ത റാഹത്ത് അനുഭവപ്പെട്ടു. ആ ഖബറാളിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. മൂസാ നബി ചിന്തിച്ചു പോയി, പടച്ചവനെ, ഇയാളൊരു തെമ്മാടിയായ മനുഷ്യനായിരുന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം റാഹത്ത്? അദ്ദേഹത്തിന്റെ ഖബറിലും സന്തോഷമുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി ലഭിച്ചു. ആ മനുഷ്യൻ തെമ്മാടിയായ സമയത്ത് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പവിത്രമായ പുണ്യമായ കലിമത്ത് അത് ഉച്ചരിച്ചത് ആ കുഞ്ഞാ ദിവസത്തിലായിരുന്നു. അതിന്റെ ബർക്കത്ത്, അതിന്റെ റാഹത്ത് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വന്നു ചേരുന്നു. ആത്മീയമായ വലിയ വിജയമാണെന്ന് നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ കാരണമായി ഒതുവെടുക്കാൻ പഠിക്കുമ്പോ അവർ ജീവിതകാലം ഒതുവെടുക്കുന്നതിന് കൂലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അവർ നമസ്കരിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, ഹജ്ജ് ചെയ്യുമ്പോ, ഉംറ ചെയ്യുമ്പോ, മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോ അവർ നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിക്കുമ്പോ അതിന്റെ ഒക്കെ പ്രതിഫലങ്ങള് അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. സ്വാലിഹായ സൽക്കർമ്മം ഞാൻ അവസാനിപ്പിക്കുന്നു. 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി ലഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വാലിഹീങ്ങളായ മക്കളാകുന്നു. പറഞ്ഞാൽ കേൾക്കുന്ന ഉപകാരപ്രദമായ, ആഖിറത്തിൽ ഉപകരിക്കുന്ന, ഉമ്മാക്ക് ഉപകരിക്കുന്ന, ഉപ്പാക്ക് ഉപകരിക്കുന്ന, സമുദായത്തിന് ഉപകരിക്കുന്ന മക്കള് വേണോ? മദ്രസ വിദ്യാഭ്യാസം നിങ്ങൾ മക്കൾക്ക് കൊടുത്തേ തീരൂ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, പണ്ഡിതന്മാരൊക്കെ സമസ്തന്റെ കീഴിൽ 10,000-ഓളം മദ്രസകള്, ലക്ഷക്കണക്കിന് അധ്യാപകന്മാരൊക്കെ പഠിപ്പിക്കുമ്പോ വളരെ തുച്ഛം വരുന്ന കുറഞ്ഞ ശമ്പളത്തിലാണ്. നല്ല കുട്ടികളൊക്കെ നല്ലൊരു സ്കെച്ചേഴ്സിന്റെ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് ഒരു ചെരുപ്പും നല്ലൊരു ബ്രാൻഡ് ഷർട്ടുമാണ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഉസ്താദിന് ഒരു മാസം കിട്ടുന്ന പൈസക്ക് തങ്ങിയില്ല. അത്ര പൈസ ഒരു പണ്ഡിതന് കിട്ടണില്ല മദ്രസീന്ന്. എന്നിട്ടും എന്താണ്, പകുതി അവരുടെ മഹീഷത്ത് കരുതുമ്പോഴും പകുതി ഒരു കുഞ്ഞെങ്കിലും ഒരു അറിവ് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെങ്കിലും അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കി സ്വർഗാവകാശിയായാൽ അൽഹംദുലില്ലാഹ് മൻ അല്ലമ അറഫൻ ഫഹുവ അബൂക ഫിദ്ദീൻ. ദീനിന് വാപ്പാന്റെ സ്ഥാനത്താണ്. ഒരു കുട്ടിക്ക് ഒരു അറിവ് ഒരു ഉസ്താദ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗുരുശിഷ്യ ബന്ധം, ആ സ്നേഹബന്ധം, അതിനൊക്കെ വലിയ സംസ്കാരം പഠിയാനുണ്ട്. അതിനൊക്കെ ട്യൂഷനോടൊന്നും അത് കിട്ടൂല. ഓൺലൈൻ ട്യൂഷന്റെ പോലെ നമ്മുടെ മദ്രസക്ക് തന്നെ പറഞ്ഞേക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കൃത്യമായി സിലബസ് നല്ല വൃത്തിയായ മദ്രസ കിട്ടണം കുട്ടികൾക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓട്ടിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധ ചെലുത്തുക. നമ്മുടെ മക്കളെ മദ്രസ തുറക്കേണ്. ദീനി വിദ്യാഭ്യാസം, ദീനി ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടായിരിക്കണം. കേരളത്തിലൊക്കെ സമസ്ത വളരെ ഭംഗിയായി കൊണ്ടു നടക്കുന്നത് കൊണ്ട് ശരിക്കും വിദ്യാഭ്യാസമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ യാസീനെ ചിലപ്പോൾ അറിയുള്ളൂ. യാസീൻ അറിയാം അവിടുത്തെ വലിയ പണ്ഡിതനായി. തന്നെ വളരെ പരിതാപകരാണ്. അല്ലാഹു നാഫിയായ ഇൽമ നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹാമനായി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ലോക മുസ്ലിം ഞങ്ങൾക്ക് രക്ഷ നൽകണേ റബ്ബേ. ഇന്ത്യൻ മുസ്ലിം ഞങ്ങൾക്ക് രക്ഷ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിൽ മതേതരത്വവും സാമുദായിക മൈത്രിയും മതസൗഹാർദ്ദവും നിലനിർത്തണേ അല്ലാഹ്. തച്ചുപിരിക്കല്ല തമ്പുരാനെ. വർഗീയ ഫാസിശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ദീനിന്റെ മക്കളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങള്, ജോലികള്, ഏർപ്പാടുകള്, സർവീസുകളിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. സലാമത്തും റാഹത്തും നൽകണേ തമ്പുരാനെ. റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. വൈബായി മടക്കൽ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.